സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, അതായത് മാക്സിമം ബഡ്ജറ്റ് ഒരു 12,000 അല്ലെങ്കിൽ ഒരു 13,000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഈയിടെയായിട്ട് കൂടുതൽ വാങ്ങി കാണുന്നത് മോട്ടറോളയുടെ ഫോൺസാണ്. മോട്ടറോള ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോൺസിൽ അത്യാവശ്യം സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുമല്ല നല്ല രീതിയിൽ പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ടെക് യൂട്യൂബേഴ്സിനെല്ലാം അവർ ഫ്രീ ആയിട്ട് ഫോൺ കൊടുത്തിട്ട് എല്ലാവരെയും കൊണ്ടും നല്ലത് പറയിപ്പിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വാങ്ങി കാണുന്നത് മോട്ടറോളയുടെ ഫോൺസാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ. അത് വേറൊന്നുമല്ല, ഇപ്പോൾ റെഡ്മി, റിയൽമി അല്ലാന്നുണ്ടെങ്കിൽ പോക്കോ അങ്ങനെയുള്ള ഫോണുകളോട് ആൾക്കാർക്ക് ഒരു മടുപ്പുണ്ട്, ഒരു പേടിയുണ്ട്. അങ്ങനെയുള്ള ഫോണുകളിൽ ചൈനീസ് ഫോണാണെന്നുള്ളൊരു തോന്നലുമുണ്ട്. മോട്ടറോള ഇപ്പോൾ പണ്ടത്തെ മോട്ടറോള ഒന്നുമല്ല, അതും ചൈനീസ് കമ്പനി തന്നെയാണ് ഇപ്പോൾ. പക്ഷേ മോട്ടറോള എന്നുള്ള പേരും ആ ഒരു ബ്രാൻഡ് വാല്യൂ ഒക്കെ വെച്ചിട്ട് ആൾക്കാർ കൂടുതൽ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് മോട്ടറോളയുടെ ഫോണുകളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു 12,000 വരെയുള്ള ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റിയ മോട്ടറോളയുടെ ഒരു ഫോണാണ് മോട്ടോ G34. 5G ഫോണാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന മോഡലിൽ വരുന്നത് 8GB RAM ആണ്. അതുപോലെ തന്നെ 128GB മെമ്മറി വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 12,000 രൂപയാണ്. ഇതിൻ്റെ തന്നെ 6GB RAM വാങ്ങണമെന്നുണ്ടെങ്കിൽ 1000 രൂപ കുറച്ച് കൊടുത്താൽ മതി. 11,000 രൂപയ്ക്ക് 6GB RAM കിട്ടും. 4GB RAM ആണെന്നുണ്ടെങ്കിൽ 10,000 രൂപ കൊടുത്താൽ മതി. നമുക്ക് ഈ ഫോൺ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വലിച്ചു നീട്ടുന്നില്ല. ഈ ഫോണിൻ്റെ പോസിറ്റീവ്സും അതുപോലെ തന്നെ നെഗറ്റീവ്സും പറയാം. ഇപ്പോൾ ഫോണിൻ്റെ പോസിറ്റീവ്സ് പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഫോണിൻ്റെ ലുക്കാണ്. വളരെ സ്ലിം ആയിട്ട് ഫോണാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വളരെ സ്ലിം ആയിട്ടുള്ള ഫോണാണ്. പക്ഷേ 5000 mAh ബാറ്ററി ഇതിനകത്തുണ്ട്. ഒട്ടും വെയിറ്റ് ഇല്ല, ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു 5000 mAh ബാറ്ററി ഉള്ള ഫോണാണെന്ന് പറയുകയില്ല. അതിൻ്റെ മെയിൻ റീസൺ ഫുള്ള് ഫോൺ പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. കണ്ട കുറച്ച് പ്രീമിയം ലുക്കൊക്കെ തോന്നുമെങ്കിലും സംഭവം പ്ലാസ്റ്റിക്കാണ്. ബാക്ക് സൈഡ് ഗ്ലോസി ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങളൊന്നും അട്രാക്ട് ചെയ്യില്ല. എന്നാലും നമ്മൾ കവർ ഇട്ട് യൂസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് വീഴും. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ മെയിൻ ക്യാമറ വരുന്നത് 50 MP ആണ്. പിന്നെ ഒരു 2 MP സെൻസർ കൊടുത്തിട്ടുണ്ട്. അത് ചുമ്മാ പറ്റിയിട്ടാണ്, ഞങ്ങൾക്ക് 2 ക്യാമറ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചുമ്മാ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേ നോക്കാനാണെന്നുണ്ടെങ്കിൽ 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഫോൺ നല്ല സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ലാഗോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മോട്ടറോളയുടെ ഫോൺസിൽ കോമൺ ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ബ്ലോട്ട് വേർഡ്സ് കാര്യങ്ങളൊന്നും ഇല്ല. കണ്ട ക്ലീൻ ആയിട്ടുള്ള UI ആണ്. ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനോ കാര്യങ്ങളൊന്നുമില്ല. കണ്ടു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ലുക്കാണ്. അതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇതിനകത്ത് 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ 20 watts ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. ബാറ്ററി ലൈഫ് ഞാൻ നോക്കിയിട്ട് 2 ദിവസമൊക്കെ ഈസി ആയിട്ട് കിട്ടും. നോർമൽ യൂസ് ആണെങ്കിൽ ഞാനിതിൽ ഹെവി ആയിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാനൊരു സെക്കൻഡറി ഫോണായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ ഒരു നോർമൽ യൂസിൽ 2 ദിവസമൊക്കെ ഈസി ആയിട്ട് കിട്ടും. നല്ല ഹെവി ആയിട്ടുള്ള യൂസേജിൽ പറയാമല്ലോ, ഒരു ദിവസമൊക്കെ മാക്സിമം അത്രയും പ്രതീക്ഷിച്ചാൽ മതി. ഇതിൻ്റെ ക്യാമറയുടെ കാര്യം പറഞ്ഞല്ലോ, 50 MP ആണ് മെയിൻ ക്യാമറ വരുന്നത്. ആ മെയിൻ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ അത്യാവശ്യം ഡീസൻറ്റ് ഫോട്ടോസാണ്. ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ നല്ല ഫോട്ടോ ആണെന്ന് പറയാം. ബാക്ക്ഗ്രൗണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലറായിട്ട് നല്ല ഡീസൻറ്റ് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. പക്ഷേ വീഡിയോ ക്വാളിറ്റി നോക്കരുത്. വീഡിയോ ക്വാളിറ്റി ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആണെന്ന് പറയാം. അത്യാവശ്യം നല്ല ബോറായിട്ടുള്ള വീഡിയോ ആണ്. ഒരിക്കലും ഒരു സ്റ്റെബിലൈസ് ആയിട്ടുള്ള വീഡിയോ ഒന്നും കിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റെബിലൈസ് ആയിട്ടുള്ള വീഡിയോ ഒന്നും പ്രതീക്ഷിക്കരുത്. എന്നിരുന്നാലും വീഡിയോ ക്വാളിറ്റി തീരെ മോശമാണ്. സ്റ്റിൽസ്, അതായത് ഫോട്ടോസ് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. പിന്നെ സെൽഫി ക്യാമറ വരുന്നത് 16 MP ആണ്. സെൽഫി ക്യാമറ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട്. കുറച്ച് വെളുപ്പിച്ചിട്ടുള്ള ഫോട്ടോസ് ആണെങ്കിലും കുഴപ്പമില്ല, നല്ല ഫോട്ടോസാണ് സെൽഫി ക്യാമറയിൽ കിട്ടുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിനകത്തെ സ്പീക്കേഴ്സാണ്. നല്ല ലൗഡ് ആയിട്ടുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള സ്പീക്കർ വരുന്നുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലൊന്നും നല്ല സ്പീക്കറൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം നല്ല ലൗഡ് ആയിട്ടുള്ള നല്ല ക്ലിയർ സൗണ്ടുള്ള സ്പീക്കേഴ്സാണ് വരുന്നത്. അത് ഇതിൻ്റെ ഒരു പോസിറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ്സും കാര്യങ്ങളും തീർന്നു. ഞാൻ ഈ ഫോൺ എന്തുകൊണ്ട് വാങ്ങരുത് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഉണ്ട്. അതെനിക്കൊരു നെഗറ്റീവായിട്ടാണ് തോന്നിയത്. നിങ്ങളുടെ യൂസേജ് പോലെ ഇരിക്കും. ഞാൻ ഈ ഫോൺ എന്തുകൊണ്ട് വാങ്ങരുതെന്ന് പറയാൻ കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. വേറെ ഒന്നുമല്ല, എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസ്പ്ലേ ആണ്. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അധികം പുറത്തൊന്നും ഫോൺ യൂസ് ചെയ്യുകയല്ല, നിങ്ങൾ വീടിൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ ഓഫീസിനകത്തൊക്കെ മാത്രം യൂസ് ചെയ്യുകയുള്ളെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് കണ്ണും പൂട്ടി മേടിക്കാം. പക്ഷേ വീടിൻ്റെ പുറത്ത് യൂസ് ചെയ്യാനായിട്ട് വളരെ പ്രശ്നമാണ്. ഒട്ടും ബ്രൈറ്റ് അല്ലാത്ത ഡിസ്പ്ലേ ആണ്. ഓക്കെ, റെസൊല്യൂഷൻ 70 പിക്സൽ ആണെങ്കിലും കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് ഇപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല, ഫുൾ ഒരു ഇരുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ്. എനിക്ക് ഫോണിൽ എന്തൊക്കെ ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ വേണമെന്ന് എനിക്കുണ്ട്. എന്നെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഫോൺ എടുക്കരുത്. പിന്നെ ഇതിനകത്ത് പ്രോസസ്സർ സ്നാപ്ഡ്രാഗൻ്റെ 695 എന്ന പ്രോസറാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ പിന്നെ നിനക്ക് സ്നാപ്ഡ്രാഗൻ്റെ 8th Gen 2 അല്ലെങ്കിൽ 8th Gen 3 ഒക്കെ തന്നെ നിങ്ങൾ ചോദിക്കും. അതൊന്നുമല്ല, സ്നാപ്ഡ്രാഗൻ്റെ പ്രോസർ കിട്ടുന്നുണ്ട്, അത് നല്ല കാര്യമാണ്. പക്ഷേ സ്നാപ്ഡ്രാഗൻ്റെ 695 എന്ന് പറഞ്ഞാൽ പഴയ ഒരു പ്രോസറാണ്, പണ്ടത്തെ ഒരു പ്രോസറാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് തന്നെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഞാൻ പറയുന്നത് iQൻ്റെ Z9X എന്ന് പറഞ്ഞ ഫോണാണ്. ആ ഫോണിനകത്ത് സ്നാപ്ഡ്രാഗൻ്റെ തന്നെ 6th Gen 1 പ്രോസർ വരുന്നുണ്ട്. അതായത് അതിൻ്റെ ആൻഡ്രോയിഡ് സ്കോറൊക്കെ വരുന്നത് ഏകദേശം 5.5 ലക്ഷം 6 ലക്ഷത്തോടടുത്ത് ആൻഡ്രോയിഡ് സ്കോർ വരുന്നുണ്ട്. ആ ഫോണിനകത്ത് 6000 mAh ബാറ്ററി വരുന്നുണ്ട്, 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് ബെറ്റർ ആണ്. ആ ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 13,000 രൂപയ്ക്കാണ്. 4GB RAM മുതൽ 128GB മെമ്മറിയാണ് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ ഫോണിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് 12,000 രൂപയാണ് വരുന്നത്. ഒരു 1000 രൂപയുടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോൺ കിട്ടും.
നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, ഇതിൽ നല്ല ബാറ്ററി വരുന്നുണ്ട്, നല്ല ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, ഇതിനേക്കാളും 100% ബെറ്റർ ആയിട്ടുള്ള പ്രോസസർ ആ ഫോണിനകത്ത് വരുന്നുണ്ട്, ഇതിനേക്കാളും നല്ലൊരു ക്യാമറ ആ ഫോണിനകത്ത് വരുന്നുണ്ട്. ഈ ഫോൺ വാങ്ങുന്നത് 12,000 രൂപയൊക്കെ മുടക്കി ഈ ഫോൺ വാങ്ങുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ നിങ്ങൾക്ക് 13,000 രൂപ മുടക്കിയിട്ട് ഒരു 1,000 രൂപ ഇട്ടിട്ട് ഇനി ബാങ്കിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്രെഡിറ്റ് കാർഡുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 1,000 രൂപ കുറച്ചും കിട്ടും. അങ്ങനെയാണ് ഈ ഫോണിന്റെ സെയിം പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ആ ഫോൺ കിട്ടും. എന്തുകൊണ്ടും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 100% ബെറ്റർ ഫോൺ iQന്റെ Z9X എന്ന് പറഞ്ഞ ഫോണാണ്. നിങ്ങൾക്ക് ഇനി അത്തരം ബഡ്ജറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 10,000 രൂപയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഫോൺ വാങ്ങാം. അതായത് 4GB റാമുള്ള ബേസ് മോഡൽ വാങ്ങാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാം. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതിലും ബെറ്റർ ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ പോക്കോയുടെ ഫോൺ ആയതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇഷ്ടംപോലെ കംപ്ലൈൻറ്റുകൾ ആൾക്കാർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോക്കോയുടെ ഫോൺ റെക്കമെൻഡ് ചെയ്യില്ല. ഈ ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ച് നിങ്ങളുടെ കയ്യിൽ മാക്സിമം ബഡ്ജറ്റ് 10,000 രൂപ ആണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ വാങ്ങാം. അല്ല 11 12 ഒക്കെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ iQന്റെ Z9Xലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി ചിലരുണ്ട് iQ ഫോൺസോ കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല, iQ എന്ന് പറഞ്ഞ കമ്പനിയെ പറ്റി കേൾക്കുമ്പോൾ തന്നെ അയ്യോ ഇതെന്ത് കമ്പനി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് വിവോയുടെ ഒരു കമ്പനിയാണെന്നൊക്കെ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ചിലപ്പോൾ iQന്റെ ഫോൺ യൂസ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ക്ലീൻ UI ആണ്, യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്, വളരെ സ്മൂത്താണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് മോട്ടറോളയുടെ ഫോൺ മാത്രം വേണം എന്നുള്ള ആൾക്കാർക്ക് ഇത് വാങ്ങാം, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോസസർ വരുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ വരുന്നുണ്ട്, വീഡിയോ ക്വാളിറ്റി മാത്രമേ നെഗറ്റീവ് ആയിട്ടുള്ളൂ, സ്റ്റിൽ ഫോട്ടോ ഒക്കെ കുഴപ്പമൊന്നുമില്ല. പിന്നെ 5000 വെച്ച് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് അത്രേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. അതൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നോർമൽ യൂസാണ്. നിങ്ങൾക്ക് മോട്ടറോള ഫോൺ തന്നെ വേണമെന്നുള്ളവർക്ക് ഈ ഫോൺ വാങ്ങാം. അല്ല എന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ iQന്റെ Z9X ആണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഞാൻ ഈ ഫോൺ വാങ്ങരുതെന്നും പറഞ്ഞ് വീഡിയോ ഇടാൻ കാര്യം വരുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഈ മോട്ടറോളയുടെ ഫോൺസ് ഇറങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫോൺ ഇറങ്ങുന്നതിന് ലോഞ്ച് ആകുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ ഇന്ത്യയിലുള്ള എല്ലാ ടെക് യൂട്യൂബേഴ്സിനും, അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും വ്യൂസൊക്കെ ഉള്ള എല്ലാ യൂട്യൂബേഴ്സിനും ഒരു ഫോൺ കൊടുക്കും. ഒരാൾ പോലും എൻ്റെ നെഗറ്റീവ് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ നെഗറ്റീവ് പറയുന്നത് സ്വന്തമായിട്ട് ഫോൺ മേടിച്ച് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ നെഗറ്റീവ് പറഞ്ഞാൽ കണ്ടിട്ടുള്ളൂ. അല്ലാത്ത ആൾക്കാർ നിങ്ങൾ മലയാളത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏറ്റവും ടോപ്പിലേക്കുന്ന എല്ലാ ആൾക്കാരും ഈ ഫോണിനെ പറ്റി റിവ്യൂ ഇട്ടിരിക്കുന്നത് മികച്ച ഫോൺ, ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ടോപ്പ് ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ആരും എനിക്ക് എപ്പോഴും തോന്നിയില്ല ആരും ഈ ഫോണിൻ്റെ ക്യാമറയുടെ നെഗറ്റീവിനെ പറ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ തീരെ ബ്രൈറ്റ് അല്ലാത്തൊരു ഡിസ്പ്ലേ ആണെന്നോ ഒരു മനുഷ്യൻ പോലും പറഞ്ഞ് ഞാൻ കേട്ടില്ല. അപ്പം ഞാൻ വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം.